നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊപ്പം വളാഞ്ചേരി പാതയിൽ വിയറ്റ്നാം പടിക്ക് സമീപം വാഹനാപകടം. സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് 10ഓളം പേർക്ക് പരിക്ക്. വൈക്കത്ത് കാർ കനാലിലേക്ക് മറിഞ്ഞ് ഒറ്റപ്പാലം സ്വദേശിയായ യുവ ഡോക്ടർ മരിച്ചു. കണ്ണിയമ്പുറം അനുഗ്രഹ വീട്ടിൽ ഡോക്ടർ അമലാണ് മരിച്ചത്. അപകടം ഗൂഗിൾ മാപ്പ് നോക്കി വണ്ടി ഓടിച്ചെന്ന് സംശയം. കോട്ടപ്പാടം പഞ്ചായത്തിൽ UDF സീറ്റ് വിഭജനം തീരുമാനമാകാതെ പിരിഞ്ഞു. പുതിയതായി വന്ന 2 വാർഡുകളിലും മത്സരിക്കണമെന്ന് ലീഗ്. ഒരെണ്ണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. ശനിയാഴ്ച വീണ്ടും ചർച്ച. കേരളത്തെ ഇന്നത്തെ രീതിയിൽ പുരോഗമനത്തിലേക്ക് നയിച്ചത് UDF സർക്കാരുകൾ അധികാരത്തിൽ ഉണ്ടായിരുന്ന കാലത്തെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. PAM ശ്രീ പദ്ധതിയുമായി സഹകരിക്കുവാനുള്ള സർക്കാർ നീക്കം ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചേക്കുമെന്നും അബ്ബാസ് അലി തങ്ങൾ. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെ പൂർണ്ണ നാശത്തിലെത്തിച്ചത് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വമാണെന്ന് CPM. ആ പാപഭാരം CPMന്റെ തലയിൽ കെട്ടിവെക്കുവാൻ നോക്കണ്ടെന്നും CPM ലോക്കൽ കമ്മിറ്റി നേതാക്കൾ. കൗമാര കലാവസന്തം തീർത്ത് ചെർപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവം 3 നാൾ പിന്നിടുന്നു. ശനിയാഴ്ച കലോത്സവം സമാപിക്കും. ശ്രീകൃഷ്ണപുരം, ചെർപ്പുളശ്ശേരി സ്കൂളുകൾ മുന്നിൽ. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുര പാലത്തിൽ വിള്ളൽ. സ്പാനുകൾ തകർന്ന നിലയിൽ. പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കൊപ്പം വളാഞ്ചേരി പാതയിലെ വിയറ്റ്നാം പടിക്ക് സമീപം സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് 10ഓളം പേർക്ക് പരിക്ക്. പരിക്ക് പറ്റിയവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 3:30യോടെയായിരുന്നു അപകടം. വളാഞ്ചേരി ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന ബസ്സും എതിരെ വന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ 5 പേർ ഉണ്ടായിരുന്നു. ബസ്സിൽ 10ലേറെ പേരാണ് ഉണ്ടായിരുന്നത്. പരിക്കുപറ്റിയവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വൈക്കം തോട്ടുവക്കത്ത് കാർ കനാലിലേക്ക് വീണ് ഒറ്റപ്പാലം സ്വദേശിയായ ഡോക്ടർ മരിച്ചു. കണ്ണിയമ്പുറം അനുഗ്രഹ വീട്ടിൽ ഡോക്ടർ അമൽ സൂരജാണ് മരിച്ചത്. കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ ഒറ്റപ്പാലം കണ്ണിയമ്പുറം അനുഗ്രഹ വീട്ടിൽ 33കാരനായ അമൽ സൂരജാണ് മരിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടം ഉണ്ടായതെന്നാണ് വിവരം. കാറിൻ്റെ ചക്രങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ട വഴിയാത്രക്കാർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി പരിശോധിച്ചപ്പോഴാണ് കാറിനുള്ളിൽ ആളുണ്ടെന്ന് മനസ്സിലായത്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഡോക്ടർ അമൽ യാത്ര ചെയ്തതെന്നാണ് പോലീസിൻ്റെ സംശയം. പ്രദേശത്തെ CCTVകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടർ CV ഷൺമുഖൻ്റെയും TK അനിതയുടെയും മകനാണ് മരിച്ച അമൽ. കോട്ടപ്പാടം പഞ്ചായത്തിൽ UDF സീറ്റ് വിഭജനം തീരുമാനമാകാതെ പിരിഞ്ഞു. പഞ്ചായത്തിൽ പുതിയതായി വന്ന 2 വാർഡുകളെ ചൊല്ലിയുള്ള തർക്കമാണ് പ്രതിസന്ധിയായത്. ബ്ലോക്ക് പഞ്ചായത്ത് തിരുവിഴാംകുന്ന് ഡിവിഷൻ ലീഗ് ആവശ്യപ്പെടുകയും ചെയ്തു. ശനിയാഴ്ച വീണ്ടും ചർച്ച. 22 വാർഡുകളുണ്ടായിരുന്ന കോട്ടപ്പാടത്തെ 2 വാർഡുകൾ കൂടിയതോടെ 24 വാർഡുകളായി. കോട്ടപ്പാടം ഈസ്റ്റ്, പൂളക്കുന്ന് വാർഡുകളാണ് പുതുതായി വന്നവ. കഴിഞ്ഞ തവണ 22 വാർഡുകളിൽ 13 എണ്ണത്തിൽ മുസ്ലിം ലീഗും 9 എണ്ണത്തിൽ കോൺഗ്രസുമാണ് മത്സരിച്ചത്. ഈ സ്ഥിതി തുടരാനും പുതിയ വാർഡുകളിൽ ഒരെണ്ണം കോൺഗ്രസിന് നൽകണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എന്നാൽ പുതിയ 2 വാർഡും വേണമെന്ന നിലപാടിലാണ് ലീഗ്. കോൺഗ്രസിന്റെ വാർഡായ വേങ്ങ വിഭജിച്ചാണ് കോട്ടപ്പാടം ഈസ്റ്റ് വാർഡ് ഉണ്ടാക്കിയത്. മാത്രമല്ല, വാർഡ് വിഭജനം ലീഗ് ഏകപക്ഷീയമായി നടത്തിയെന്ന പരാതിയും കോൺഗ്രസിനുണ്ട്. അതേസമയം ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡായ തിരുവിഴാംകുന്ന് ഡിവിഷൻ തങ്ങൾക്ക് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ചർച്ചയുടെ ആവശ്യം തന്നെയില്ലെന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. ബ്ലോക്ക് പഞ്ചായത്തിൽ ലീഗിന്റെ ഡിവിഷനുകളായ കോട്ടപ്പാടവും അരിയൂരും സംവരണമായതോടെ ലീഗിന് ജനറൽ സീറ്റ് ഇല്ലാതെയായി. തിരുവിഴാംകുന്ന് മാത്രമാണ് കോട്ടപ്പാടം പഞ്ചായത്തിലെ ജനറൽ ബ്ലോക്ക് ഡിവിഷൻ. ഇരു പാർട്ടികളും സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നതോടെ സീറ്റ് വിഭജനം വഴിമുട്ടി. ശനിയാഴ്ച വീണ്ടും ചർച്ച നടത്തും. അതേസമയം CPM വിമതർ UDFുമായി സഹകരിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ചർച്ച ചെയ്തില്ല. ഇത്തരമൊരു നീക്കം മേൽഘടകം നേതാക്കൾ ചർച്ച ചെയ്തെങ്കിലും പഞ്ചായത്ത് തല നേതാക്കളെ അറിയിച്ചിട്ടില്ലെന്നും അതിനാൽ ചർച്ച ചെയ്യേണ്ടെന്നും യോഗം തീരുമാനിക്കുകയായിരുന്നു. അരിയൂർ ബാങ്കിനെ പൂർണ്ണ നാശത്തിൽ എത്തിച്ചത് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വമാണെന്നും ആ പാപഭാരം CPMന്റെ തലയിൽ കെട്ടിവയ്ക്കുവാനുള്ള നീക്കം നടക്കില്ലെന്നും CPM കോട്ടപ്പാടം ലോക്കൽ കമ്മിറ്റി. ബാങ്കിനെ ഈ വിധത്തിൽ നശിപ്പിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത നേതൃത്വമാണ് ലീഗിനും കോൺഗ്രസിനും ഉള്ളതെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വൻതുക വായ്പ എടുത്തതും സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലാതെ പലിശയളവ് നൽകിയതിന്റെ ഗുണം ലഭിച്ചത് ലീഗ് നേതാക്കൾക്കാണ്. ഒരു നേതാവിന് മാത്രം 38 ലക്ഷം രൂപയാണ് ഇളവ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. നിലവിലെ പ്രസിഡന്റ് പാറശ്ശേരി ഹസൻ ബാങ്കിൽ പണമടയ്ക്കാനുണ്ട്.
ബാങ്ക് വൈസ് പ്രസിഡന്റും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ അസീസ് ഭീമനാട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, പഞ്ചായത്ത് അംഗം നിജോ വർഗീസ് ഉൾപ്പെടെയുള്ളവർ ബാങ്കിന് നഷ്ടം വരുത്തിയെന്നും നഷ്ടം തിരിച്ചെടുക്കണമെന്നും സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. വസ്തുത ഇതായിരിക്കെ CPMലെ വിഭാഗീയതയാണ് അരിയൂർ ബാങ്ക് തകർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? CPMലെ വിഭാഗീയത കൊണ്ടാണ് ബാങ്ക് പൊളിഞ്ഞതെങ്കിൽ മണ്ണാർക്കാട് മേഖലയിലെ മറ്റ് UDF ബാങ്കുകളും പൊളിയേണ്ടതല്ലേ എന്നും നേതാക്കൾ ചോദിച്ചു. നിലവിൽ സാധാരണക്കാരുടെ വായ്പകൾ തിരിച്ചടപ്പിക്കുകയും നേതാക്കളുടെയും മുതലാളിമാരുടെയും വായ്പകളിൽ നടപടി സ്വീകരിക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. നിലവിൽ സാധാരണക്കാരുടെ വായ്പകൾ തിരിച്ചടപ്പിക്കുകയും നേതാക്കളുടെയും മുതലാളിമാരുടെയും വായ്പകളിൽ നടപടി സ്വീകരിക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളോട് വിശദീകരിച്ച് ജാഥ നടത്തുമെന്നും CPM നേതാക്കൾ പറഞ്ഞു. അരിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ യാതൊരു കുഴപ്പമില്ല. അത് CPMന്റെ സൃഷ്ടിയാണ്. അവിടെ CPIM സമരം നടത്തിയത് കൊണ്ടാണ്, മീഡിയകളിൽ പ്രചരണം വന്നതുകൊണ്ടാണ് ബാങ്കിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായത് എന്ന് ആരോപിച്ചുകൊണ്ട് CPIMന്റെ തലയിൽ അരിയൂർ ബാങ്കിന്റെ തകർച്ച കെട്ടിവെക്കാനാണ് അവര് പ്രത്യേകം ശ്രദ്ധിച്ചത്. അതിന് മറുപടി പറയാതെ പോകാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഈ ബാങ്കിനെ തകർത്തത് ആരാണ്? നമുക്കറിയാം, അതിന്റെ മുൻ പ്രസിഡന്റ് അബുമാഷ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ഏതാണ്ട് 25 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ അരിയൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കും ചിലത് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അങ്ങനെ ഈ ബാങ്കിനെതിരായിട്ടുള്ള ലീഗ് നേതൃത്വം നടത്തിയ കൊള്ളക്കെതിരായി അതിനകത്തുനിന്ന് തന്നെയാണ് ആദ്യം ചോദ്യങ്ങൾ വരുന്നത്. ആദ്യം ഊമക്കത്തുകളായിട്ട് വന്നു. മറ്റൊന്ന്, ചെക്കുകളിൽ പണം കിട്ടാതെ കോൺട്രാക്ടർമാർ സമരം നടത്തി. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. KMCCയുടെ കത്ത് നിങ്ങൾ കണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അബുമാഷ് മകൻ ജുനൈദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പൊ അരിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് പദവി കോൺഗ്രസുകാരോട് ഞങ്ങളുടെ കുത്തകയാണ്, വേറെ ആർക്കും കൊടുക്കില്ല. ഈ അസീസ് ഭീമനാട് തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് ഒറ്റക്ക് പത്രസമ്മേളനം നടത്തി ലീഗിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ആളാണ്. അത് ഓൺ റെക്കോർഡായിട്ട് അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളും ജനപ്രതിനിധികളും ബാങ്കിന് നഷ്ടം വരുത്തിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത, നിജോ വർഗീസ്, ജനപ്രതിനിധി 59 ലക്ഷത്തി മുൻ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രൂപത്തിലുള്ള നഷ്ടം വരുത്തി വെച്ചു എന്ന് അന്വേഷണ റിപ്പോർട്ടിലൂടെ കണ്ടെത്തുകയാണ്. ഇത് മാത്രമല്ല, ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി, അതുപോലെ തന്നെ ഡൊണേഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടുത്തെ നീതി ലാബ്, നീതി മെഡിക്കൽസുമായി ബന്ധപ്പെടുന്ന കൂട്ടിക്കിടക്കുകയാണ് കോട്ടപ്പാട് സെന്ററിൽ. ഈ തരത്തിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെ മുച്ചൂടും നശിപ്പിച്ച ലീഗ് കോൺഗ്രസ് നേതൃത്വം CPMന്റെ തലയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കെട്ടിവെക്കുന്നത് അടിസ്ഥാനരഹിതമാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ലോക്കൽ സെക്രട്ടറി M മനോജ്, P പങ്കജവല്ലി, K വിജയൻ, CA ശ്രീനിവാസൻ, T സുരേഷ് കുമാർ, K ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ ജനങ്ങളെ നാനോന്മുഖമായ പുരോഗതിയിലേക്ക് നയിച്ചത് UDF സർക്കാരുകൾ അധികാരത്തിലുണ്ടായിരുന്ന സമയത്താണെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. PM ശ്രീ പദ്ധതിയിലൂടെ BJP സർക്കാരുമായി LDF സർക്കാർ സഹകരിക്കുമ്പോൾ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചേക്കുമെന്നും പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഏലംകുളത്ത് നവീകരിച്ച മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. UDF നേതാക്കളുടെ ദീർഘവീക്ഷണവും UDF സർക്കാരുകളുമാണ് കേരളത്തെ നാനോന്മുഖമായ വികസനത്തിലേക്ക് നയിച്ചതെന്ന് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനജീവിതം ദുസ്സഹമാക്കി. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരുമായി സഹകരിച്ച് സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാർ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചേക്കുമെന്നും പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ നാനോന്മുഖമായ പുരോഗതിക്ക് ഏറ്റവും അധികം പങ്കുവഹിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുസ്ലിം ലീഗും മറ്റു ഘടകകക്ഷികൾ ഉൾക്കൊള്ളുന്ന ഐക്യജനാധിപത്യ മുന്നണി ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ പുരോഗതിക്കും
അതുപോലെ തന്നെ നാനോന്മുഖമായ വികസനത്തിനും അതിലേറ്റവും പങ്കുവഹിച്ചിട്ടുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളുടെ മുസ്ലിം ലീഗിൻ്റെയും ആ മഹോന്നതരായ നേതാക്കളുടെയും ഒക്കെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ജനജീവിതം വളരെ ദുഷ്കരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാർ എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നതമായ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് വർഗീയ വിദ്വേഷം പരത്തിക്കൊണ്ട് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് PMC നടപ്പാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷവും അവരോടൊപ്പം സഹകരിക്കുമ്പോൾ നമ്മുടെ ചരിത്രത്തിൽ തന്നെ തിരുത്തി കുറിക്കുന്ന ഒരു പദ്ധതിയുമാണ് അവർ മുന്നോട്ട് പോകുന്നത്. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഐക്യമുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വളരെ വൈകാതെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒറ്റക്കെട്ടായി ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ കൂടി ഇവിടെ ഏലംകുളം പഞ്ചായത്ത് വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം സുസാധ്യമാക്കുന്നതിന് നാം ഒറ്റക്കെട്ടായി മുന്നോട്ടിറങ്ങേണ്ട അവസരമാണ്. എല്ലാ അർത്ഥത്തിലും ഇവിടുത്തെ ഇടതുപക്ഷ ഭരണസമിതിയെ താഴെയിറക്കുന്നതിനും അങ്ങനെ വളരെ തിളക്കമാർന്ന വിജയം യാഥാർത്ഥ്യമാക്കുന്നതിനും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടി ഉത്തരവാദിത്വത്തോടു കൂടി പുതിയ യുവാക്കളെ നമ്മുടെ പാർട്ടിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് അങ്ങനെ ഒറ്റക്കെട്ടായി പ്രവർത്തന വീതിയിൽ ആത്മാർത്ഥതയോടെ രംഗത്തിറങ്ങണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഏലംകുളം സെന്ററിലാണ് KKS തങ്ങൾ എന്ന് നാമകരണം ചെയ്ത മുസ്ലിം ലീഗ് ഓഫീസ് പുതുക്കി പണിത് നവീകരിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് വഴി ഉണ്ടാകരുത് എന്നത് നിർബന്ധ ബുദ്ധിയോടെ നമ്മൾ മുന്നോട്ട് വെച്ച ആദർശമാണ്. ഏതെങ്കിലും തരത്തിലുള്ള വർഗീയമായ വിഭജനം ഈ നാട്ടിൽ ഉണ്ടാകരുതെന്ന്, ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മനസ്സ് തുറന്നു നിലകൊള്ളണമെന്ന് എന്നും നമ്മൾ നിലപാടെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഓഫീസ് തുറക്കുന്ന പോലെയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഓഫീസ് തുറക്കുന്നത്. ഇത് പാവങ്ങളുടെ, സാധാരണക്കാരന്റെ, അശരണന്റെ, ആലംബഹീനന്റെ ആശ്രയ കേന്ദ്രമാണ് ഏലംകുളത്ത് നമ്മൾ ആരംഭിക്കുന്നത്. യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻമന്ത്രി നാലകത്ത് സൂപ്പി, മുസ്ലിം ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM ഗഫൂർ, പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അബ്ദുസലാം, ട്രഷറർ നാലകത്ത് ഷൗക്കത്ത്, KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ്, DCC സെക്രട്ടറി S സുകുമാരൻ, ഏലംകുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് മേനക്കുത്ത് മൊയ്തീൻ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി ഷൈഷാദ് തെക്കേതിൽ, ട്രഷറർ ഉസ്മാൻ മാടാല, ദളിത് ലീഗ് ജില്ലാ പ്രസിഡന്റ് വിജയൻ ഏലംകുളം തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF, വനിതാ ലീഗ് ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ നഗരസഭയിൽ വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിയെയും UDF പ്രവർത്തകർ ഉപരോധിച്ചു. UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചത്.
നോക്കിയിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇപ്പം പറഞ്ഞ രീതി തന്നെ ഞാൻ പറഞ്ഞു. അല്ലാതെ ഇപ്പം തന്നെ എനിക്ക് ഇതിന്റെ ഡോക്യുമെന്റ് വേണം പറഞ്ഞ് നടക്കുന്നവരില്ല. ഈ ഡോക്യുമെന്റ് എടുക്കേണ്ടവരും എനിക്ക് നോക്കേണ്ടി വരും. പെരിന്തൽമണ്ണ നഗരസഭയിൽ വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ചതിന് പിന്നാലെ രണ്ടാം ദിവസം നഗരസഭാ സെക്രട്ടറിയെയും UDF പ്രവർത്തകർ ഉപരോധിച്ചു. മുനിസിപ്പൽ ഭരണം നടത്തുന്ന CPM ഇരട്ട വോട്ടുകൾ ചേർത്ത് കള്ളവോട്ട് അവസരം ഒരുക്കുന്നുവെന്നാണ് UDFന്റെ ആരോപണം. വാർഡ് വിഭജനമുണ്ടായപ്പോൾ വോട്ടർമാരെ അവരുടെ വീട് ഉൾപ്പെടുന്ന സ്വന്തം വാർഡുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നൽകിയ അപേക്ഷകളിൽ പോലും ഏകപക്ഷീയമായി ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോവുകയാണെന്ന് UDF പ്രവർത്തകർ പരാതിപ്പെട്ടു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ, മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി കുളക്കാടൻ അസീസ്, മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK രാജേന്ദ്രൻ, കൗൺസിലർമാരായ പത്തത്ത് ജാഫർ, ഉസൈന നാസർ, സലീം താമരത്ത്, കൃഷ്ണപ്രിയ, തസ്നീമ അക്ബർ, മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ഭാരവാഹികളായ പച്ചേരി ജലാൽ, ഇർഷാദ് ജൂബിലി, ഉനൈസ് കക്കൂത്ത തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നഗരസഭ സെക്രട്ടറിയെ ഉപരോധിച്ചത്. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിൽ വിള്ളൽ. സ്പാനുകളുടെ തകർച്ചയാണ് പാലത്തിന് മുകളിൽ വിള്ളൽ രൂപപ്പെടാൻ ഇടയാക്കിയിരിക്കുന്നത്. ഇതോടെ പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിന് മുകളിൽ വലിയ വിള്ളലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പാലത്തിൻ്റെ സ്പാനുകളുടെ തകർച്ചയാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായത്. സ്പാനുകളിലെ കോൺക്രീറ്റ് പാളികളും അടർന്നു പോയിട്ടുണ്ട്. കൈവരികൾക്കും തകർച്ച നേരിട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെയാണ് തിരുവേഗപ്പുറ ഭാഗത്തു നിന്നും പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ സ്പാനുകൾക്ക് മുകളിലെ റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത്. ജോയിന്റ് സ്പാനുകൾക്കിടയിലാണ് വലിയ രൂപത്തിൽ വിണ്ടുകീറിയത്. പാലത്തിന് മുകളിലെ സ്പാനുകൾക്കിടയിലെ ടാറിംഗ് ഇളകിപ്പോരുകയും ചെയ്തിരുന്നു. ഇത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചത്. തുടർന്ന് നാട്ടുകാർ തന്നെ അപകട മുന്നറിയിപ്പുമായി രംഗത്ത് വരികയായിരുന്നു. കൊപ്പം പോലീസും സ്ഥലത്തെത്തി വാഹന ഗതാഗതം നിയന്ത്രിച്ചു. തകർച്ച നേരിട്ട ഭാഗത്തിലൂടെ വാഹനം കടത്തിവിടുന്നത് പൂർണ്ണമായും ഒഴിവാക്കി. ഇതോടെ പാലത്തിന് ഇരുവശവും വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് KK ആസീസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പാലത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് തിരൂരിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ K ധീരജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാലത്തിന്റെ ഒരു ജോയിന്റ് സ്ലാബിന് തകർച്ച നേരിട്ടതായും കോൺക്രീറ്റ് പാളികൾ അടർന്നു പോകുന്നതുമാണ് വിള്ളൽ രൂപപ്പെടാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. 3 വർഷം മുമ്പാണ് പാലത്തിൽ 90 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുള്ള അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ ചരക്ക് വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി കൊപ്പം പോലീസ് അറിയിച്ചു. കൊപ്പം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ പുലാമന്തോൾ വഴിയും വളാഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വളാഞ്ചേരിയിൽ നിന്നും വഴിതിരിച്ചും പോകണമെന്നാണ് നിർദ്ദേശം. അപകടം നേരിടുന്ന പാലത്തിൻ്റെ ഭാഗത്ത് ബാരിക്കേഡുകൾ വെച്ച് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. സ്ലാബുകളുടെ തകർച്ച പരിഹരിക്കുന്നതിന് സമയമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. തിരുവേഗപ്പുറ പാലം ഇന്ന് രാവിലെ മുതൽ നമ്മളൊരു ചെറിയ ആശങ്കയിലാണ്. ചെറിയൊരു അപകടാവസ്ഥ നമ്മുടെ തിരുവേഗപ്പുറയിൽ നിന്ന് പാലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ വിള്ളൽ കാണുന്നുണ്ട്. അതിൻ്റെ ബീമിലും അതുപോലെ തന്നെ പില്ലറിലും ആ ഒരു അവസ്ഥ നാട്ടുകാരായ ആളുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിൽ തിരുവേഗപ്പുറ കൊപ്പം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെല്ലാം ഒരു ദിശയിൽ മാത്രം ഒരു വൺ വേ എന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഏതായാലും എല്ലാ ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥർ അതേപോലെ തന്നെ PWD ബ്രിഡ്ജസ് ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അധികം വൈകാതെ അവരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും കണ്ണിന് കാണുന്ന കാര്യം വെച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സാങ്കേതികമായ കാര്യങ്ങൾ എഞ്ചിനീയർമാരാണ് പറയേണ്ടത്. വളരെ വൈകാതെ തന്നെ അവരെത്തുമെന്ന പ്രതീക്ഷയിൽ നമ്മളതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തു. കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതിക്ക് 2 വർഷം കഠിന തടവും പിഴയും. പാലക്കാട് നൂറണി സ്വദേശി ഷബീർ അലിക്കെതിരെയാണ് പാലക്കാട് സെക്കൻഡ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 2017 ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ഷബീർ അലി പിടിയിലാവുന്നത്. 1 കിലോ 100 ഗ്രാം കഞ്ചാവ് കടത്തിയ കേസിലാണ് പ്രതിക്ക് 2 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും പാലക്കാട് സെക്കൻഡ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷയായി വിധിച്ചത്. പാലക്കാട് നൂറണി പട്ടാണി സ്ട്രീറ്റിൽ ഷബീർ അലി എന്ന ടൈറ്റിനെതിരെയാണ് ശിക്ഷ വിധിച്ചത്. നിലവിൽ ഷബീർ അലി കാപ്പ നിയമപ്രകാരം വിയ്യൂർ ഹൈ സെക്യൂരിറ്റി ജയിലിൽ കരുതൽ തടങ്കലിലാണ്. 2017 ജൂലൈ 23 രാത്രി 9:15 ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും അന്നത്തെ ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടറും നിലവിലെ ചിറ്റൂർ ഡിവൈഎസ്പിയുമായ P അബ്ദുൽ മുനീർ പ്രതിയെ പിടികൂടുന്നത്. അന്നത്തെ പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന PV രമേശ് കേസ് തുടരന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷൻ 11 സാക്ഷികളെ വിസ്തരിച്ച് 41 രേഖകൾ സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ശ്രീനാഥ് വേണു ഹാജരായി.
SCPO പത്മനാഭൻ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. ഇടവേള. നടനചാരുതയിൽ ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിനം. കേരള നടനം, കുച്ചിപ്പുടി, സംഘനൃത്തം, ഒപ്പന തുടങ്ങിയ മത്സരങ്ങളാണ് 3ാം ദിനത്തിൽ വിവിധ വേദികളിലായി നടന്നത്. കലോത്സവത്തിന് ശനിയാഴ്ച തിരശ്ശീല വീഴും. ചെർപ്പളശ്ശേരിക്ക് ചന്തമാർന്ന രാപ്പകലുകൾ സമ്മാനിച്ചാണ് കലാവസന്തം പെയ്തിറങ്ങുന്നത്. കൗമാര കലാമേളയുടെ 3ാം ദിവസവും ആവേശകരമായിരുന്നു മത്സരങ്ങൾ. നൃത്ത ഇനങ്ങൾ തന്നെയായിരുന്നു 3ാം ദിനം വേദികളെ ചടുലമാക്കിയത്. വേദി 1-ൽ കേരള നടനത്തോടെ മത്സരങ്ങൾ തുടങ്ങി. സംഘനൃത്തം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങിയ മത്സരങ്ങൾ ലാസ്യഭാവ താളലയങ്ങൾ തീർത്തു. ഒപ്പന, കോൽക്കളി, വട്ടപ്പാട്ട്, അറബനമുട്ട് തുടങ്ങിയ മത്സരങ്ങളും 3ാം ദിവസം മുഞ്ചുള്ളതാക്കി. സംഘഗാനം, മോണോ ആക്ട്, മൂകാഭിനയം തുടങ്ങിയ മത്സരങ്ങളും വെള്ളിയാഴ്ച വിവിധ വേദികളിൽ നടന്നു. ശനിയാഴ്ച കലോത്സവത്തിന് തിരശ്ശീല വീഴും. പൂരക്കളി, തിരുവാതിരക്കളി, മാർഗംകളി തുടങ്ങിയവയാണ് ശനിയാഴ്ച നടക്കുന്ന പ്രധാന മത്സരങ്ങൾ.
ഈശലൊളി തൂകി മണവാട്ടിമാരും തോഴിമാരും നിറഞ്ഞാടിയ ഒപ്പന മത്സരം വേദി 3-നെ കല്യാണപ്പന്തലാക്കി. നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സും മൊഞ്ചത്തിമാരെ വരവേറ്റത്. വേദി 3-ൽ കാണികളുടെ കൽബ് നിറച്ചാണ് ഒപ്പന മത്സരം നടന്നത്. UP വിഭാഗത്തിൻ്റെ മത്സരമായിരുന്നു ആദ്യം. പിന്നാലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള മണവാട്ടിമാരും തോഴിമാരും മന്ദം മന്ദം ചുവടുകളും കാതിന് ഇമ്പമേകുന്ന മാപ്പിള ഇശലുകളുമായി വേദിയിലെത്തി. UP വിഭാഗത്തിൽ 7 ടീമുകളും ഹൈസ്കൂൾ വിഭാഗത്തിൽ 8 ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 7 ടീമുകളും ഒപ്പനയിൽ മത്സരിച്ചു. നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സും മണവാട്ടിമാരെയും തോഴിമാരെയും വരവേറ്റത്. ചെർപ്പുളശ്ശേരി ഉപജില്ലാ കലോത്സവത്തിനെത്തുന്നവരുടെ വയറും മനസ്സും നിറച്ച് ദിവസവും വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കി ഭക്ഷണ കമ്മിറ്റി. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഇത്തവണ കലോത്സവത്തിന് ഭക്ഷണം ഒരുക്കിയത്. ചെർപ്പുളശ്ശേരി ഉപജില്ലാ കമ്മിറ്റിയാണ് നമ്മുടെ ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാ കുട്ടികൾക്കും അവരുടെ മനസ്സ് നിറയുന്നത് പോലെ, വയറ് മാത്രമല്ല മനസ്സ് നിറയുന്നത് പോലെ വിളമ്പി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസവും വളരെ വിജയകരമായി തന്നെ നമുക്ക് ഭക്ഷണം എല്ലാവരിലേക്കും വന്ന ഒരാൾ പോലും മടങ്ങിപ്പോകാത്ത തരത്തിൽ, ഭക്ഷണം കിട്ടാതെ മടങ്ങിപ്പോകാത്ത തരത്തിൽ നമുക്കത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഈ സബ് ജില്ലയിലെ അധ്യാപകർ പങ്കാളികളായിട്ടുണ്ട്. അതുപോലെ TTIയിലെ അധ്യാപക വിദ്യാർത്ഥികൾ പങ്കാളികളായിട്ടുണ്ട്. ഈ സ്കൂളിലെ വിവിധ സന്നദ്ധ സംഘടനകളുടെ വോളണ്ടിയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞങ്ങൾക്കുള്ള സ്നേഹമാണ് അറിയിക്കുന്നത്, നന്ദിയേക്കാൾ കൂടുതൽ. കാരണം ഇനിയും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിച്ചത് ഒരു ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ബാക്കിയുള്ള ഇവരെല്ലാവരും നമ്മളുടെ കൂടെ മുന്നിൽ നിന്ന് സഹകരിക്കുന്ന ആൾ. ഇന്ന് നമുക്ക് ചോറിൻ്റെ ഒപ്പം മുളകൂഷിയാണ് കറിയായിട്ടുള്ളത്. അതുപോലെ ഒരു തോരനുണ്ട്, മസാലക്കറിയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭക്ഷണമായിട്ട്. അച്ചാറുണ്ട്, അച്ചാർ വിട്ടുപോയത്, അച്ചാറും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭക്ഷണത്തിന് അവർക്ക് കൊടുക്കാനുള്ളത്. എന്തായാലും വിശന്ന് വരുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും അത് വലിയ ആശ്വാസം നൽകുന്ന രീതിയിൽ സ്വാദോടുകൂടി അവർ ഭക്ഷിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സന്നദ്ധ സംഘടനകൾ, പൊതുപ്രവർത്തകരും ഒക്കെ വളരെ സജീവമായി രംഗത്തുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി വളരെ സ്വാദിഷ്ടമായ രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ 2-3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ച് ഈ പന്തലിൽ നിന്ന് പോകുന്നത്. ഇത് വലിയൊരു കൂട്ടായ്മയാണ്. നമ്മൾ പറയാറുണ്ട് കുടുംബം എന്നൊക്കെ. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബമെങ്കിൽ അതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. അത് KPSTA എന്ന നമ്മളെ ചെർപ്പുളശ്ശേരി ഉപജില്ലയിലെ അല്ല കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ KPSTയുടെ വളരെ വേരോട്ടമുള്ള ഒരു സബ് ജില്ലയാണ് ചെർപ്പുളശ്ശേരി ഉപജില്ല. വയറു മാത്രമല്ല മനസ്സും നിറച്ചുകൊണ്ടുള്ള വളരെ സന്തുഷ്ടതയോടുകൂടി കടന്നു പോകുന്ന കുട്ടികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ രക്ഷിതാക്കളും അധ്യാപകരും. എന്തായാലും ഈ വിധത്തിൽ ഇത്രയും വർണ്ണോജ്വലമായ ഒരു ഭക്ഷണം ഇവിടെ ഒരുക്കിയ ചെർപ്പുളശ്ശേരി ഉപജില്ലയ്ക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നൽകുന്നു. വാണിയംകുളം ടൗൺ നവീകരണത്തിന്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു.
2024-2025 വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചിലവിലാണ് വാണിയംകുളം ടൗണിന്റെ 1ാം ഘട്ട നവീകരണം പൂർത്തിയാക്കിയത്. റോഡ് അരികുചാൽ നിർമ്മാണം, നടപ്പാത നിർമ്മാണം, ഇന്റർലോക്ക് ടൈൽ വിരിച്ച പാർക്കിംഗ് സൗകര്യം, BMC ചെയ്തുള്ള റോഡ് നിർമ്മാണം, റോഡ് സുരക്ഷയ്ക്കായുള്ള ക്രമീകരണങ്ങൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ആദ്യഘട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് പൊന്നാനി റോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ഒന്നാണ് വാണിയംകുളം ജംഗ്ഷൻ. വാണിയംകുളം ജംഗ്ഷൻ നവീകരിച്ച് ഏറെ സുന്ദരമായ ഒരു ജംഗ്ഷനായി മാറിയിരിക്കുകയാണ്. നവീകരിച്ച വാണിയംകുളം ടൗൺ വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ബഹുമാന്യനായ MLA ശ്രീ മമ്മിക്കുട്ടിയാക്ക മുൻകൈയെടുത്താണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. 1 കോടി രൂപ സർക്കാർ ഇതിനായി അനുവദിക്കുകയും ചെയ്തു. ഡ്രെയിനേജ് സൗകര്യങ്ങളോടെ വീതി കൂട്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കിയാണ് ഈ നവീകരണ പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മുടെ ജംഗ്ഷനുകളിലാണ് പലപ്പോഴും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുള്ളത്. ജംഗ്ഷൻ നവീകരണ പദ്ധതികളിലൂടെ ഇത്തരം ഗതാഗതക്കുരുക്ക് നമുക്ക് കുറക്കുവാനാകും. ജംഗ്ഷനുകൾ കൂടുതൽ ആകർഷകമായി തീരുകയും ചെയ്യും. ഈ പദ്ധതി ഈ പ്രദേശത്തിനാകെ ഗുണകരമായി മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. P. മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ നമുക്ക് 1 കോടി രൂപ വകയിരുത്താനായി. ആ 1 കോടി രൂപയിൽ തന്നെ GST പോലെയുള്ള ചില സംഖ്യകൾ ഒഴിവാക്കിയ ബാക്കിയുള്ള സംഖ്യ കൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഉത്തരമേഖല പൊതുമരാമത്ത് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK മിന്നി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ NP കോമളം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കനകരാജൻ, കോൺഗ്രസ് S പ്രതിനിധി സുനിൽ തെക്കേതിൽ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MP കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. നെൽകൃഷിയിൽ നേരിടുന്ന പ്രതിസന്ധിക്കിടെ ഇഞ്ചി കൃഷിയിലും കർഷകർക്ക് തിരിച്ചടി. നവംബർ മാസം വിളവെടുക്കേണ്ട ഇഞ്ചി കൃഷിയിൽ മൂട് ചീയലും മഞ്ഞളിപ്പും ഉണ്ടായതോടെ 3 ഏക്കറിലെ കൃഷിയിൽ കർഷകർ നഷ്ടക്കണക്കെണ്ണി. അമ്പലപ്പാറ കൃഷിഭവൻ പരിധിയിലെ ചുരങ്ങാട്, ചെറുമുണ്ടശ്ശേരി പ്രദേശങ്ങളിൽ കൃഷിയിറക്കിയ 4-ൽ ഏറെ കർഷകർക്കാണ് ഈ നഷ്ടം നേരിട്ടത്. ആവശ്യമുള്ള സമയത്ത് മഴ ലഭിക്കാത്തതും അല്ലാത്ത സമയത്ത് തുടർച്ചയായി മഴ പെയ്തതുമാണ് കർഷകർക്ക് തിരിച്ചടിയായത്. ചുരങ്ങാട് ഭാഗത്ത് 1 ഏക്കർ കൃഷിയിടം പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കിയ കർഷകനായ P. ഹംസ, കല്ലടി പഴങ്കുളം പാടശേഖരത്തിന് സമീപം 2 സ്ഥലങ്ങളിലായി 25 സെന്റ് സ്ഥലത്ത് കൃഷിയിറക്കിയ പഴങ്കുളം സുലൈമാൻ, 25 സെന്റിൽ കൃഷി ചെയ്ത മറ്റൊരു കർഷകനായ സമദ്, വിലാത്തറ കിണർ സ്റ്റോപ്പ്, ചെറുമുണ്ടശ്ശേരി ഭാഗത്ത് 50 സെന്റ് വീതം കൃഷി ചെയ്ത കർഷകർക്കുമാണ് ഇഞ്ചി കൃഷിയിൽ തിരിച്ചടി നേരിട്ടത്. കിലോയ്ക്ക് 80 രൂപ ചെലവിൽ വിത്ത് വാങ്ങി കഴിഞ്ഞ മെയ് മാസത്തിലാണ് കൃഷി ഇറക്കിയിരുന്നത്. ഇത്തവണ വേനൽമഴ നേരത്തെ വന്നത് ഇഞ്ചി കർഷകർക്ക് ഗുണകരമായിരുന്നു. എന്നാൽ പിന്നീട് അതിശക്തമായി തുടർന്ന മഴയിൽ മറ്റ് കൃഷികൾക്കൊപ്പം ഇഞ്ചി കൃഷിക്കും ഫംഗസ് ബാധിച്ച് കൃഷി നശിക്കുകയായിരുന്നുവെന്ന് കർഷകർ പറയുന്നു. ആദ്യം ഇലകളിലാണ് രോഗം വരുന്നത്, പിന്നീട് തണ്ടിലേക്ക് ബാധിച്ച് മൂട് ചെയ്യുന്ന സ്ഥിതിയാകും. കുറച്ച് ദിവസം കഴിയുന്നതോടെ ചെടികൾ ഉണങ്ങി കരിഞ്ഞു പോവുകയും ചെയ്യുമെന്ന് കർഷകർ പറഞ്ഞു. വിത്ത് വിതച്ച് കീടങ്ങൾ വരാതിരിക്കാൻ ഇടവിട്ട് മരുന്നടിച്ചിരുന്നെങ്കിലും അതൊന്നും ഫലവത്തായില്ല. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തതോടെ പുല്ലും ചെടികളും വളർന്നതും തിരിച്ചടിയായി. കൃഷിഭവനിലെ നിർദ്ദേശപ്രകാരം സുഡമോണസ് കീടനാശിനി ആഴ്ചയിൽ 2 തവണ വീതം അടിച്ചെങ്കിലും മാറ്റമൊന്നും ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. നമ്മൾ 25 സെൻറ്റ് സ്ഥലത്ത് ഇഞ്ചി വെച്ചത് 3-4 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ കൊല്ലം വരെയുമായി കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇക്കൊല്ലം മുതലൊരു വെച്ചുകൊടുമ്പത്തിന് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നല്ലൊരു മഞ്ഞളിപ്പ് വന്നു. അതിന് 2 മരുന്ന് അടിച്ചു. അത് കുറച്ച് മാറ്റം വന്നു. പിന്നീട് മൊത്തത്തിലാണ്ട് മഞ്ഞളിച്ച് കരിഞ്ഞു പോയി. മൂടളിച്ചലുണ്ട്, കണ്ടളിയുക, പിന്നെ ഇല കരിഞ്ഞു പോവുക, അങ്ങനെ മൊത്തം അതിപ്പോൾ ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ്. നമുക്കൊരു 100 കിലോ ഇഞ്ചി വെച്ചതാണ്. എങ്ങനെയായാലും ഒരു 1000 കിലോൻ്റെ അടുത്ത് ഇഞ്ചി കിട്ടേണ്ട കണ്ടീഷൻ ഉണ്ടായിരുന്നു. തണ്ടും കാര്യങ്ങളും അതിൻ്റെ വരവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്നും കിട്ടാത്ത കണ്ടീഷനാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് കൃഷിഭവൻ അധികൃതർ പറയുന്നത്. അമ്പലപ്പാറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് ISO അംഗീകാരം ലഭിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് പ്രഖ്യാപനം നടത്തി. നടപടികളിലെ വേഗം, റെക്കോർഡ് മുറി നിർമ്മിച്ച് ഫയൽ സൂക്ഷിക്കുന്നതിലെ കൃത്യത, ഉദ്യോഗസ്ഥരുടെ മികച്ച പെരുമാറ്റം, മികച്ച ഭൗതിക സാഹചര്യങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് അംഗീകാരം ലഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2024-2025 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 ലക്ഷത്തോളം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഇതിനായി നടപ്പാക്കിയത്. പ്രതിദിനം 250-ലേറെ രോഗികൾ എത്തുന്ന ആശുപത്രിയാണ് ഇത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ISO പ്രഖ്യാപനം നടത്തി. പുതുതായി നിർമ്മിച്ച ഭിന്നശേഷി സൗഹൃദ ശൗചാലയ കോംപ്ലക്സ് ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ S. അശ്വതി, K. രാധാകൃഷ്ണൻ, കോമളം, അമ്പലപ്പാറ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ MM. ബിന്ദു,
എ സീനത്ത്, പി സ്മിത, സുരേഷ് മോഹൻ, കെ പി ഹരികൃഷ്ണൻ, മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ആർ ധനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി ഉപകരണങ്ങളുടെ വിതരണം നടന്നു. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജൂൺ 5-ന് ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടന്ന ഭിന്നശേഷി ഉപകരണ നിർണയ ക്യാമ്പിൽ പങ്കെടുത്ത തെരഞ്ഞെടുക്കപ്പെട്ട 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 85 ഗുണഭോക്താക്കൾക്കാണ് ക്യാമ്പിൽ ആദ്യഘട്ടമെന്ന നിലയിൽ ഉപകരണം വിതരണം ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സുനിത ജോസഫ്, നമുക്കെല്ലാം സ്വാഗതം പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ കവിത, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി രാധിക, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മറ്റ് ഉദ്യോഗസ്ഥർ, ബ്ലോക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഇന്ന് നേരത്തെ നടന്ന ക്യാമ്പിൻ്റെ ഭാഗമായി 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് നൽകുന്ന 80-ൽ പരം ആളുകൾക്ക് നൽകുന്ന വിവിധ ഉപകരണങ്ങൾ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്നേഹം നിറഞ്ഞവരെ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് എം സൈദാലി, വികസന സ്ഥിരം സമിതി അധ്യക്ഷ VK രാധിക, ഒ ശ്രീകുമാരി, ടി ഷീജ, സി പത്മപ്രിയ, എസ് അജിത് കുമാർ, ഷീബ പാട്ടത്തൊടി, കെ മോഹനദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാർ, കേന്ദ്ര ആയുഷ് മിഷൻ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം, ഭാരതീയ ചികിത്സാ വകുപ്പ് എന്നിവരുടെ സഹകരണത്തോടെ നിർമ്മിച്ച തച്ചനട്ടുകര ഗ്രാമപഞ്ചായത്തിലെ മുറിയങ്കണ്ണി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കാലപ്പഴക്കം കാരണം ജീർണാവസ്ഥയിലായിരുന്ന നിലവിലെ കെട്ടിടത്തിന് സമീപത്തായാണ് ആധുനിക രീതിയിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഇരു സർക്കാരുകളുടെയും സഹകരണത്തോടെ 30 ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മന്ത്രി വീണ ജോർജ് ഓൺലൈൻ വഴി പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. കേരളം ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രശാഖയായിട്ടുള്ള ആയുർവേദത്തെ, അതിന്റെ പ്രാദേശികമായിട്ടുള്ള സെന്ററുകളെ, ആശുപത്രികളെ ശക്തിപ്പെടുത്തുക, മെച്ചപ്പെടുത്തുക, കൂടുതൽ കാര്യക്ഷമമാക്കുക എന്ന നയമാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒന്നും ഒരു ചില്ലി പൈസ ഇല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് ലഭിക്കുന്ന ഗ്രാന്റ്, യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന 60% സംഖ്യ കൂടി എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ അത് ഇത്തരത്തിലുള്ള പ്രാദേശികമായ ആരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടും മെച്ചപ്പെടുത്തിക്കൊണ്ടുമാകണം എന്ന് നിശ്ചയിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, ഡോക്ടർ D സജിത് ബാബു, ഡോക്ടർ KS പ്രിയ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി അമ്പലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ KP ബുഷ്ര, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ CP സുബൈർ, P മൻസൂർ അലി, PP ആറ്റ ബീവി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തങ്കം മഞ്ചാടിക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം EM നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ₹1 കോടി ചിലവിൽ പുതിയതായി നിർമ്മിച്ച നായടിക്കുന്ന് ചങ്ങലേരി മിനി ബൈപ്പാസ് കൈതക്കുളം റോഡ് ഉദ്ഘാടനം ഞായറാഴ്ച. നാട്ടുകാരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാക്കുന്നതെന്ന് വാർഡ് കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണാർക്കാട് നായാടിക്കുന്നിൽ നിന്ന് ചങ്ങലേരിയിലേക്കാണ് പുതിയ റോഡ് നിർമ്മിച്ചത്. ടൗണിൽ തിരക്കനുഭവപ്പെടുമ്പോൾ ചങ്ങലേരി ഭാഗത്തുള്ളവർക്ക് ഇതുവഴി പോകാനാകും. ഈ ഭാഗത്തുള്ളവർ വരമ്പിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത്. പ്രദേശവാസികളായ നാരായണൻകുട്ടി, ചന്ദ്രൻ, ബാലസുബ്രഹ്മണ്യൻ, അനിൽകുമാർ, ശ്രീധരൻ, നാണിക്കുട്ടി എന്നിവർ റോഡിനായി സ്ഥലം വിട്ടു നൽകി. N ഷംസുദ്ദീൻ MLA അനുവദിച്ച 20 ലക്ഷം രൂപയും കൗൺസിലർമാരായ K മൻസൂർ, N സിന്ധു എന്നിവരുടെ വിഹിതവും ഉൾപ്പെടെ ₹1 കോടിയോളം ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച 2:30 നിർവഹിക്കുമെന്ന് കൗൺസിലർ K മൻസൂർ പറഞ്ഞു. ഈ സ്ഥലം, ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന സ്ഥലം വിട്ടു തന്ന എൻ്റെ പ്രിയപ്പെട്ടവരാണ് ഈ ബാക്കിലിരിക്കുന്നത്. ആ സ്ഥലം വിട്ടു തന്നതെന്ന് പറയുന്നത് നാരായണൻകുട്ടിയേട്ടൻ, ചന്ദ്രേട്ടൻ, ബാലസുബ്രഹ്മണ്യേട്ടൻ, അനിക്കുട്ടൻ, ശ്രീധരേട്ടൻ, നാണി ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ സഹായത്തോടു കൂടിയാണ് ആ റോഡ് നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചത്. ഇതൊരു നാടിന് മാതൃകയാണ്. കാരണം ലക്ഷക്കണക്കിന് വില മതിക്കുന്ന സ്ഥലം സൗജന്യമായിട്ടാണ് അവർ വിട്ടു തന്നിട്ടുള്ളത്. പക്ഷെ വിട്ടു തരുമ്പോൾ
നമ്മളോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമാണ്, സ്ഥലം മാത്രം തന്ന് അവിടെ ഇട്ട് പോകരുത് കൗൺസിലറെ എന്ന്. അന്ന് ഞാൻ കൗൺസിലറാണ്, രണ്ടാമത് മത്സരിക്കാൻ പോകുന്ന സമയത്ത് സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പം തന്നെ നമ്മൾ അവരോട് പറഞ്ഞു, സ്ഥലം വിട്ടു തന്നാൽ മതി, ഈ റോഡ് യാഥാർത്ഥ്യമാക്കുന്നുണ്ടെങ്കിൽ ആക്കേണ്ട കാര്യം നമ്മൾ ഏറ്റു എന്ന ഒരു വാക്കും കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ സ്ഥലം വിട്ടു തന്ന് അതിൻ്റെ അവസാന നിമിഷത്തിലേക്കാണ് എല്ലാം വർക്കും കഴിഞ്ഞു. വളരെ സൗന്ദര്യമുള്ള ഒരു റോഡായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ആ ഉദ്ഘാടന ചടങ്ങിലെത്തണമെന്ന്. റോഡ് യാഥാർത്ഥ്യമായതോടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞെന്ന് കൗൺസിൽ എൻ സിന്ധു പറഞ്ഞു. പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ്, അവിടെ ഒരു പാടമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രദേശത്തുള്ള പ്രിയപ്പെട്ടവരാണ് ഇരിക്കുന്നത്. ഇവരുടെയൊക്കെ സഹകരണം കൊണ്ട് അവർ സ്ഥലം വിട്ടു തന്ന് വളരെ ഭംഗിയായി ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ തന്നെ 5 വർഷം കൊണ്ട് തന്നെ അത് നല്ല നിലയിലുള്ള മണ്ണാർക്കാട് നഗരസഭയിൽ തന്നെ ഏറ്റവും മികച്ച റോഡായി അത് പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിന് എൻ്റെ പ്രിയപ്പെട്ട കൗൺസിലർക്ക്, സഹപ്രവർത്തകന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു, സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. അതുപോലെ തന്നെ ഇതിനെ സ്ഥലം വിട്ടതെന്ന് സഹകരിച്ച പ്രിയപ്പെട്ട എല്ലാവർക്കും, പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വളരെയധികം കുറച്ച് സ്ഥലമാണ് അവർക്കുള്ളത്. ഉള്ള സ്ഥലത്തിൽ നിന്ന് ഈ റോഡിന് വേണ്ടിയിട്ട് ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി വേണ്ട സ്ഥലം വിട്ടതെന്ന് സഹകരിച്ച പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ചടങ്ങിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം, സ്നേഹ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. വരമ്പിലൂടെ നടന്നാണ് തങ്ങൾ യാത്ര ചെയ്തിരുന്നതെന്നും മഴക്കാലമായാൽ വലിയ പ്രയാസമാണ് അനുഭവിച്ചിരുന്നതെന്നും സ്ഥലം വിട്ടു നൽകിയ നാണിക്കുട്ടി പറഞ്ഞു. റോഡ് വേണമെന്ന ആവശ്യം കൗൺസിലർ മൻസൂറിനോട് പറഞ്ഞപ്പോൾ കൊക്കിന് ജീവനുണ്ടെങ്കിൽ റോഡ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ ഉറപ്പ് പാലിച്ചുവെന്നും നാണിക്കുട്ടി പറഞ്ഞു. വെള്ളമുണ്ട്, നിറയെ വെള്ളമായിരിക്കും. അപ്പോൾ ആ വെള്ളം കാരണം ഞങ്ങൾക്ക് പുറത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ മൻസൂർ മെമ്പർ വന്നപ്പോൾ ഞാനൊരു ദിവസം കുളത്തേക്കൊക്കെ വരണമെങ്കിൽ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അപ്പോൾ അത് ഒരു ദിവസം ഞാൻ വന്നപ്പോൾ മെമ്പറോട് ഞാൻ പറഞ്ഞു, മെമ്പർ ഇതിനൊരു വഴി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിൽ മെമ്പർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കൊക്കിന് ജീവനുണ്ടെങ്കിൽ ചേച്ചി ഞാൻ ഇതിൽ റോഡ് കൊണ്ടുവരുന്നാ പറഞ്ഞു. ആ ഒരു വാക്കിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം റോഡ് കൊണ്ടുവന്നു, നല്ലൊരു റോഡാക്കി. പിന്നെ എല്ലാവരും ഇപ്പം ഈ പറഞ്ഞ മാതിരി ഞങ്ങളെല്ലാവരും വിട്ടുകൊടുത്തൊരു വഴി കാരണം ഞങ്ങൾക്ക് ഈ 2 മെമ്പർമാരും കൂടിയിട്ട് ഞങ്ങൾക്ക് ആ വഴി നേരിക്ക് തന്നു. കൗൺസിലർമാരായ കെ മൻസൂർ, എൻ സിന്ധു, റെജിന ബാനു, സ്ഥലം വിട്ടു നൽകിയ നാരായണൻകുട്ടി, ചന്ദ്രൻ, ബാലസുബ്രഹ്മണ്യൻ, അനിൽകുമാർ, ശ്രീധരൻ, നാണിക്കുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അമേരിക്കയുടെ പ്രതികാര ചുങ്കത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കോലം കത്തിച്ചു. CITU മണ്ണാർക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മണ്ണാർക്കാട് പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രസിഡന്റ് ട്രംപിന്റെ കോലം കത്തിച്ചു. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ വിധേയത്വം അവസാനിപ്പിക്കുക, ഇന്ത്യക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ പ്രതികാര ചുങ്ക നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഡിവിഷൻ സെക്രട്ടറി KP മസൂദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. അവിടെ ഇറക്കുന്ന സാധനങ്ങളൊന്നും അമേരിക്കയിൽ ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, നാളികേരം, ചെമ്മീന്, കോഴിമുട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് കയറ്റിയേക്കാം. അപ്പം ഇവിടെ വില കയറിക്കൊണ്ടിരിക്കുക. അതാണല്ലോ വെളിച്ചെണ്ണയുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. നരേന്ദ്രമോദി കൂട്ടു നിൽക്കുക. അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പം ചെയ്യുന്നെന്താ? ലോകരാഷ്ട്രങ്ങൾ, ലോകയുദ്ധം ഏത് രൂപത്തിൽ വരുന്നു എന്നുള്ളത് നോക്കി. CITU ഡിവിഷൻ സെക്രട്ടറി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഹക്കീം, CP ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു. മറ്റൊരു ഇടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. വിവിധ കലാപരിപാടികളോടെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും ഭിന്നശേഷി സംഗമം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കരിങ്കലത്താണിയിലെ നാടൻപാട്ട് സംഘത്തിന്റെ പരിപാടികളോടെയാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. ആളുകൾക്ക് മാത്രമേ അവർ പലപ്പോഴും മെഡിക്കൽ ക്യാമ്പുകളിലും മറ്റുമൊക്കെ പങ്കെടുക്കാൻ സാധിക്കാതെ വന്ന കാരണം കൊണ്ടായിരിക്കാം അവർക്ക് ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ സഹായ ഉപകരണങ്ങളൊക്കെ ലഭ്യമാകാനുണ്ടാവുക. ബാക്കി എല്ലാ ആളുകൾക്കും
അർഹരായ മുഴുവൻ ആളുകൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായ ഉപകരണങ്ങൾ കഴിഞ്ഞ 4 മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ആ 4 വർഷത്തിനകത്ത് നമുക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള സന്തോഷം ഈ സന്ദർഭത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. പഞ്ചായത്ത് അംഗം PT സഫിയ അധ്യക്ഷയായി. MP ഭീന മുരളി, MC രമണി, ജലീല, സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഭിന്നശേഷിക്കാരുടെ കലാപരിപാടികളും അരങ്ങേറി. കാലങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് പാണ്ടിക്കാട് ഒറവംപുറം സുൽത്താൻ റോഡ് ബൈപ്പാസ് റോഡ് നവീകരിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വിവിധ കാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 80 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ നിർവഹിച്ചു. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും ഉപകാരപ്രദമായ ബൈപ്പാസാണ് ഒറവംപുറം സുൽത്താൻ റോഡ്. പെരിന്തൽമണ്ണ റോഡിനെയും മഞ്ചേരി റോഡിനെയും ബന്ധിപ്പിച്ച് ഒറവംപുറം മുതൽ തമ്പാനങ്ങാടി വരെയുള്ള റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വിവിധ വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 80 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. ടാറിംഗ്, അഴുക്കുചാൽ നിർമ്മാണം, കൽവർട്ട് നിർമ്മാണം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായി നടത്തുക. പ്രവൃത്തി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC റമീഷ നിർവഹിച്ചു. 80 ലക്ഷം വരെ എത്തിച്ചാൻ വേണ്ടിയിട്ട് ഈ ഒരു വർഷത്തിൽ സാധിച്ചു. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇറങ്ങി പോവാന്നുള്ളതല്ല നമ്മളെ ആഗ്രഹം. ഇപ്പോൾ സുൽത്താൻ റോഡ് ബൈപ്പാസ് ഈ പറഞ്ഞ മാതിരി നിങ്ങൾ യാത്രായോഗ്യമാക്കാൻ ഇപ്പം ഒരു 20 ലക്ഷം രൂപ വെച്ചാൽ ഈ പറഞ്ഞ യാത്രായോഗ്യമാക്കാൻ നമുക്ക് സിമ്പിളായിട്ട് കഴിയും, കുഴികളൊന്നും ഇല്ലാതെ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ നിരന്തരമായി എല്ലാ പരിപാടികളും മീറ്റിങ്ങിലാണെങ്കിലും ആവശ്യപ്പെടുന്ന ഒരു സംഭവം ഇത് ഇനിയൊരു 5 വർഷമെങ്കിലും ഒരു ഫണ്ടും അല്ലെങ്കിൽ ഒരു വർക്കും ചെയ്യാത്ത രീതിയിലുള്ള ഒരു വർക്കാണ് ഞങ്ങൾക്ക് ഇവിടെ വേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ നമ്മോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വൈകിയത് ഈ പദ്ധതി തുടങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. വൈസ് പ്രസിഡന്റ് KK സദക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ, പി സുനീർ, TK റാബിയത്ത്, അംഗങ്ങളായ വി മജീദ്, അനീറ്റ ദീപ്തി, അസിസ്റ്റന്റ് എഞ്ചിനീയർ അലി ഫൈസൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി. ചടങ്ങുകളിൽ പങ്കുകൊള്ളാൻ നിരവധി ഭക്തർ കുന്നിന്മേൽ ക്ഷേത്രത്തിൽ എത്തി. തുലാമാസത്തിലെ തിരുവോണനാളിലാണ് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തിവരുന്നത്. 1008 നാളികേരം കൊണ്ടാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തിയത്. പുലർച്ചെ 5 മണിയോടെ ചടങ്ങുകൾ ആരംഭിച്ചു. അക്കിക്കാവ് കാർത്തികേയൻ എന്ന ആനയെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ച് ഹോമകുണ്ടത്തിനരികിൽ ഗജപൂജ നടത്തി. ഗുരുവായൂർ ക്ഷേത്രം ഓദിക്കനും മുൻ മേൽശാന്തിയുമായ ഡോക്ടർ കിരൺ ആനന്ദ് കക്കാട്, കുന്നിന്മേൽ ക്ഷേത്രം തന്ത്രി എടത്തറ മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി, മേൽശാന്തി തെക്കുംപറമ്പത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട ചടങ്ങുകൾ നടത്തിയാൽ വിഘ്നങ്ങളും ഭക്തരുടെ ദുരിതങ്ങളും അകറ്റി ഐശ്വര്യവും സന്തോഷവും കൈവരുമെന്നാണ് സങ്കല്പം. രാവിലെ 9:30 ആരംഭിച്ച ആനയൂട്ടിന് 8 ഗജവീരന്മാരെ കൊണ്ടുവന്നിരുന്നു. ആദ്യം കാർമ്മികരും പിന്നീട് ഭക്തർ ഓരോരുത്തരായും ആനകളെ ഊട്ടി. മാവേലിക്കര ഗണപതി, ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി, കേളശ്ശേരി കണ്ണൻ, ഉണ്ണിപ്പിള്ളി ഗണേശൻ, പനയനാർക്കാവ് കാളിദാസൻ, പരിമണം വിഷ്ണു, കടക്കേച്ചാലിൽ ഗണേശൻ, തൊഴുത്തിങ്ങൽ ജിമ്മി എന്നീ ഗജവീരന്മാരെയാണ് ഊട്ടിയത്. 2002 ആദ്യമായി ആനമങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ആരംഭിച്ചത്. എല്ലാ വർഷവും തുലാമാസത്തിലെ തിരുവോണനാളിൽ ചടങ്ങുകളും ആചാരങ്ങളും മുടങ്ങാതെ നടത്തിവരികയാണ്. ചടങ്ങുകളിൽ പങ്കുകൊള്ളാൻ നിരവധി ഭക്തരാണ് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയത്. ഷോർട്ട് ന്യൂസ്.
CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം സെന്ററിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുബൈദ ഇസഹാക്ക്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TK നാരായണദാസ്, NP വിനയകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AV സുരേഷ്, M ശങ്കരൻകുട്ടി, A സോമൻ, MN സുധീപ്, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. 25,000-ഓളം കുട്ടികളെയാണ് കൊന്നൊടുക്കിയത്. ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന് പറയുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിൽ പോലും കണ്ടിട്ടില്ല. മനുഷ്യരെ പട്ടിണിക്കിട്ട് കൊല്ലുക, പട്ടിണി കൊണ്ട് വലയുന്ന മനുഷ്യർ ഉറക്കെ കരയുമ്പോൾ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. വിമാനത്തിൽ ഭക്ഷണപ്പൊതികൾ ഇങ്ങനെ താഴേക്ക് എറിഞ്ഞു കൊടുക്കും. ദുർബലരായ മനുഷ്യർ, ദുർബലരായ കുട്ടികൾ, എത്രയോ ദിവസങ്ങൾ പച്ചവെള്ളം കുടിച്ച് മാത്രം ജീവിച്ച കുട്ടികൾ ആ ഭക്ഷണപ്പൊതിക്ക് വേണ്ടി ഓടുമ്പോ അവരുടെ തലയിലേക്ക് ആ ഭക്ഷണപ്പൊതി വീണ് ആളുകൾ മരണപ്പെട്ടു. ആകാശത്ത് നിന്ന് എറിഞ്ഞുകൊടുക്കുന്ന ഭക്ഷണപ്പൊതി തലയിൽ വീണ് മരണപ്പെട്ട മനുഷ്യരുടെ നാടാണ് ഗസ. കൊപ്പം GVHSS SPC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ ഏകതാ ദിവസവുമായി ബന്ധപ്പെട്ട് റൺ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ആശയവുമായി കൂട്ടയോട്ടം നടത്തി. പ്രധാനാധ്യാപകൻ ഇക്ബാൽ കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു. CPO റിനോരാജ്, ACPO ജിജ K ജിനൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊപ്പം വളാഞ്ചേരി പാതയിൽ വിയറ്റ്നാം പടിക്ക് സമീപം വാഹനാപകടം. സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് 10ഓളം പേർക്ക് പരിക്ക്. വൈക്കത്ത് കാർ കനാലിലേക്ക് മറിഞ്ഞ് ഒറ്റപ്പാലം സ്വദേശിയായ യുവ ഡോക്ടർ മരിച്ചു. കണ്ണിയമ്പുറം അനുഗ്രഹ വീട്ടിൽ ഡോക്ടർ അമലാണ് മരിച്ചത്. അപകടം ഗൂഗിൾ മാപ്പ് നോക്കി വണ്ടി ഓടിച്ചെന്ന് സംശയം. കോട്ടപ്പാടം പഞ്ചായത്തിൽ UDF സീറ്റ് വിഭജനം തീരുമാനമാകാതെ പിരിഞ്ഞു. പുതിയതായി വന്ന 2 വാർഡുകളിലും മത്സരിക്കണമെന്ന് ലീഗ്. ഒരെണ്ണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. ശനിയാഴ്ച വീണ്ടും ചർച്ച. കേരളത്തെ ഇന്നത്തെ രീതിയിൽ പുരോഗമനത്തിലേക്ക് നയിച്ചത് UDF സർക്കാരുകൾ അധികാരത്തിൽ ഉണ്ടായിരുന്ന കാലത്തെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. PAM ശ്രീ പദ്ധതിയുമായി സഹകരിക്കുവാനുള്ള സർക്കാർ നീക്കം ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചേക്കുമെന്നും അബ്ബാസ് അലി തങ്ങൾ. മണ്ണാർക്കാട് അരിയൂർ സർവീസ് സഹകരണ ബാങ്കിനെ പൂർണ്ണ നാശത്തിലെത്തിച്ചത് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വമാണെന്ന് CPM. ആ പാപഭാരം CPMന്റെ തലയിൽ കെട്ടിവെക്കുവാൻ നോക്കണ്ടെന്നും CPM ലോക്കൽ കമ്മിറ്റി നേതാക്കൾ. കൗമാര കലാവസന്തം തീർത്ത് ചെർപ്പളശ്ശേരി ഉപജില്ലാ കലോത്സവം 3 നാൾ പിന്നിടുന്നു. ശനിയാഴ്ച കലോത്സവം സമാപിക്കും. ശ്രീകൃഷ്ണപുരം, ചെർപ്പളശ്ശേരി സ്കൂളുകൾ മുന്നിൽ. പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുര പാലത്തിൽ വിള്ളൽ. സ്പാനുകൾ തകർന്ന നിലയിൽ. പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.